ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള വ്ളോഗാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ദുബായിൽ വന്നിട്ട് ഡെസേർട്ട് സവാരിക്കാണ് പോകുന്നത്. ഇവിടെ വരുന്നതിന് ഒരാഴ്ച മുമ്പ് നമ്മളിവരെ കോൺടാക്ട് ചെയ്ത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സവാരിക്ക്. അപ്പോൾ ഞങ്ങൾ അബുദാബി വെച്ച് പോകാമെന്ന് വിചാരിച്ചത്. പിന്നെ 2-3 ദിവസം നമ്മൾ ദുബായിലുണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ദുബായ് ഡെസേർട്ട് സവാരി നമുക്ക് പോകാമെന്ന്. അപ്പം നമ്മൾ ഏത് ലൊക്കേഷനിലാണോ ആ ലൊക്കേഷനിൽ വന്നിട്ട് ഇവർ നമ്മൾ പിക്ക് ചെയ്തിട്ട് പോകട്ടോ. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടാണ് പിക്ക് ചെയ്തിരുന്നത് കേട്ടോ, നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ. അപ്പോൾ അങ്ങനെ 3 ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ ഈ ഒരു കാറിൽ. ഈ ഒരു ട്രിപ്പിൽ നമ്മൾ 3 ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. അതേ പോണ വഴിക്ക് നമ്മൾ ദുബായ് എയർപോർട്ടൊക്കെ കാണാൻ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതേ ഫ്ലൈറ്റുകളൊക്കെ ഇങ്ങനെ കിടക്കേണ്ട എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റാണ് ഏറ്റവും കൂടുതൽ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഡെസേർട്ടിലോട്ട്. ഡെസേർട്ട് സവാരിക്ക് അതിനേക്കാളും മുന്നേ ഞങ്ങൾ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. കുറേ പേരൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടാവില്ല എങ്ങനെ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഞങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കുറേ പേര് ഭയങ്കരമായിട്ട് നല്ല അഭിപ്രായങ്ങളല്ല പറയുന്നത് കേട്ടോ. അവരുടെ എക്സ്പീരിയൻസ് ഭയങ്കര ഫ്ലോപ്പായെന്നൊക്കെയാണ് കുറേ പേര് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലർ പറഞ്ഞു വലിയ കുഴപ്പമില്ല എന്നുള്ള ഇതിലാണ് ഇട്ടിരുന്നുണ്ടായി. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഭയങ്കര വലിയ എക്സ്പെക്റ്റേഷനിലൊന്നും അല്ല കേട്ടോ ഈ ഒരു ട്രിപ്പിന് വന്നേക്കണേ. ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലാണ് കേട്ടോ വന്നേക്കണേ. അപ്പോൾ നമ്മളത് ഡെസേർട്ട് സവാരിക്ക് ഫസ്റ്റ് ഇവർ കൊണ്ടുവന്ന സെക്ഷൻ ഈ ഒരു സെക്ഷനാണ് കേട്ടോ. ഇവിടെ ബൈക്ക് റൈഡൊക്കെ ഉള്ളത് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ബൈക്ക് റൈഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എക്സ്ട്രാ ഫീസൊക്കെ കൊടുക്കണം കേട്ടോ. ഇവിടെ വരുമ്പോഴാണ് അറിയണേ ഇതൊന്നും നമ്മുടെ പാക്കിൽ ഉൾപ്പെടില്ല, ജസ്റ്റ് എക്സ്ട്രാ ഫീസൊക്കെ കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മളിതേ കാഫൊക്കെ വാങ്ങിച്ച് കെട്ടാണ്ട് ഫസ്റ്റ് വന്നപ്പോൾ ഇവർ 25 ദിർഹം തന്നെ പറഞ്ഞിരുന്നത്. പിന്നെ നമ്മളെ വേറെ ആൾക്കാർ കണ്ടപ്പോൾ 35, 30, 45 പറഞ്ഞുകൊണ്ടിരിക്കണേ. ശരിക്കും പറഞ്ഞാൽ അത്രയൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് 8-10 ഉള്ളൂ. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇത്രയും റേറ്റ് കൂട്ടല്ല അവർ. അപ്പോൾ അങ്ങനെ നമ്മളൊരു കണ്ണടയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ കണ്ണടയ്ക്ക് 90 ദിർഹമൊക്കെയാണ് പറയണത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു പിന്നെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ കുറച്ച് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ നമ്മളതേ ബൈക്ക് റൈഡിനായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് എടുക്കണേ വെട്ടവടിയല്ലേ നോക്കും വരി കുടിക്കും മുത്തോടിക്കാണല്ലേ 35 മിനിറ്റ് ഉള്ളൂ കേട്ടോ നമുക്ക് അവർ തന്ന ടൈം. അപ്പോൾ അതുവരെ നമുക്കിങ്ങനെ ബൈക്ക് റൈഡ് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. നല്ല പൊരിഞ്ഞ വെയിലാണ്. പിന്നെ ഇവിടെയൊക്കെ വന്നിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാണ്ട് പോകാമെന്ന് പറയുന്നത് ഭയങ്കര മോശമല്ല. വല്ലപ്പോഴും കിട്ടുന്ന അവസരങ്ങളാണല്ലോ. നല്ല പൊരിഞ്ഞ വെയിലായതുകൊണ്ട് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൂസാണെങ്കിൽ ക്യാപ്പൊന്നും വെക്കാനായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. അവൻ കളയിലായിരുന്നു. പിന്നെ അത് ചോദിച്ചേട്ടനും വെക്കേണ്ടെന്ന് പറഞ്ഞു. അവർക്ക് പിന്നെ വെയിലൊന്നും കൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. എനിക്ക് വെയിലുണ്ടെങ്കിൽ ചിലപ്പോൾ തലവേന എടുക്കും. അപ്പോൾ ഞാൻ ക്യാപ്പ് വെച്ചത് എന്തുകൊണ്ട് നന്നായിട്ട് നല്ല തല പൊട്ടുന്ന വെയിലാണ്. എന്നാൽ ഭയങ്കര ചൂടും നമുക്ക് തോന്നണില്ല കേട്ടോ. കുറേ പേര് ആ ടൈമിൽ 15 വണ്ടിയോളം തന്നെ നമ്മളവിടെ ഒന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. ഞാനപ്പോൾ വണ്ടി ഓടിച്ചു, അത് കഴിഞ്ഞിട്ട് റിയോ ചേട്ടൻ ഓടിച്ചു വിട്ടു. പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് ഓടിച്ചിരുന്നത്. അപ്പൂസിന് ഭയങ്കര പേടിയുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. ഞാൻ ഈ ഒരു ട്രിപ്പിന് വന്നപ്പോൾ തന്നെ അപ്പൂസിൻ്റെ കാര്യമാണ് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അവൻ ഇങ്ങനെ ഡെസേർട്ട് സവാരിക്ക് എങ്ങനെ ഉണ്ടാവും, കരയോ വാശി പിടിക്കോ അവനെ പേടിക്കോ എന്നൊക്കെയുള്ള പേടിയായിരുന്നു കേട്ടോ. പക്ഷേ അവൻ ഭയങ്കര കൂളായിരുന്നു, ഞങ്ങളെക്കാളും ഭയങ്കര കൂളായിരുന്നു കേട്ടോ അവൻ. അപ്പോൾ അങ്ങനെ നമ്മൾ മാറി മാറി കണ്ണടയൊക്കെ വെച്ചിട്ട് ഓടിക്കുകയാണ് കേട്ടോ. നല്ല രസമായിരുന്നു ഗൈസ്, അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും ഈ ഒരു സെക്ഷൻ അറ്റൻഡ് ചെയ്യാണ്ടിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടമായേനെ. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അരമണിക്കൂറോളം ഞങ്ങളവിടെ നിന്നില്ല കേട്ടോ. ഞങ്ങളുടെ കൂടെ വേറൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരേകദേശം ഞങ്ങളെല്ലാവരും ഒരു അരമണിക്കൂറിന് മുമ്പ് തന്നെ ഈ ഒരു സംഭവം നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണമല്ലോ. ആ ഒരു ത്രില്ലിലായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ നമുക്ക് കുറച്ചും കൂടി ത്രില്ലായി ഇതൊക്കെ കണ്ടപ്പോൾ. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ അത് നമ്മൾ അടുത്ത സെക്ഷനിൽ പോകണം. ഇവിടെ തുടങ്ങി നമ്മുടെ ഡെസേർട്ട് സവാരി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നിങ്ങൾ വീഡിയോയിൽ തന്നെ കാണുമല്ലോ. മീൻസ് ഞങ്ങൾ എന്തൊക്കെ പറയുന്നുണ്ട് അതൊന്നും കിട്ടിയില്ല, കാരണം വണ്ടിയിൽ പാട്ട് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ ഗൈസ്. എൻ്റെ പൊന്നി ഞങ്ങളുടെ കിളി പാറി
അത്രയും അടിപൊളിയായിട്ടുള്ളൊരു ഡെസേർട്ട് സവാരി ആയിരുന്നു കേട്ടോ. കിടിലൻ. എൻ്റെ പൊന്നോ, ഞങ്ങൾ വീഡിയോയിൽ കണ്ടിരുന്ന ആ ഒരു ഡെസേർട്ട് എന്ന് പറയുന്നത് അവർ പറയുന്നത് പുല്ല് അങ്ങനത്തെ ഒക്കെ ഉള്ളത്. ഇത് നല്ല അടിപൊളി ഒറിജിനലായിട്ടുള്ള ഡെസേർട്ടാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൂസിനെ ഞങ്ങൾ മുറുക്കി പിടിച്ചേക്കായിരുന്നു കേട്ടോ. അവൻ പേടിക്കുന്നുണ്ട് വിചാരിച്ചിരുന്നത്, പക്ഷെ അവനൊരു കുഴപ്പമുണ്ടായില്ല. അവൻ ഭയങ്കര ചിരിച്ചിട്ട് കൂളായിട്ടൊക്കെ ആയിട്ട് ഇരിക്കേണ്ടായിരുന്നത്. എന്നാലും അവൻ ഞങ്ങൾ മുറുക്കി പിടിച്ചു. അവനിങ്ങനെ കുലിങ്ങാണല്ലോ, അത്രയ്ക്ക് കുലിങ്ങും മറയാണ്ട് ഗൈസ്. അടിപൊളിയായിട്ടുള്ളൊരു ഡെസേർട്ട് സവാരി ആയിരുന്നു. എന്താ പറയുക, അതൊക്കെ കാണേണ്ടതാണ്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഫോൺ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് കറക്റ്റ് നമുക്കിങ്ങനെ വീഡിയോയിൽ അതിനെ കിട്ടുന്നില്ല. നല്ല രസമുള്ളൊരു ഡെസേർട്ടാണ്, ഒറിജിനലായിട്ടുള്ളൊരു ഡെസേർട്ടാണ്. നമ്മുടെ വീഡിയോയിൽ കണ്ടിരുന്ന ഡെസേർട്ട് എന്ന് പറയുന്നത് കുന്നുകളും ഇതുകളൊന്നും ഇല്ല കേട്ടോ. അവർ വെറുതെ ഇങ്ങനെ കാണിക്കുള്ളൂ. അതുകൊണ്ട് അവർ ഭയങ്കര മോശമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ഞങ്ങളുടെ ഈ ഒരു ഡെസേർട്ട് സവാരി എൻ്റെ പൊന്നെ വേറെ ലെവലായിരുന്നു കേട്ടോ. കൊടുത്ത കാശിന് കൂടുതലായിരുന്നു ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള നമുക്ക് ആ ഒരു എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത്. ഡെസേർട്ടിൽ കൂടെയുള്ള സഫാരി ഗൈസ് അടിപൊളിയായിരുന്നു കേട്ടോ. കിടിലനായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. അത്രയ്ക്കും അടിപൊളിയായിരുന്നു കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് അവർ വലിയൊരു ഡെസേർട്ടിൻ്റെ മുകളിൽ കൊണ്ടിട്ട് ഇങ്ങനെ വണ്ടി നിർത്തും കേട്ടോ. അപ്പോൾ വേറെ സെക്ഷനിലുള്ള ആൾക്കാരുകളൊക്കെ അവിടെ വണ്ടികളിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇനി ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു പക്ഷിനെ തരും കേട്ടോ. നമുക്ക് തലയിലോ കൈമൊക്കെ വെച്ചിട്ട് നമുക്ക് സിംഗിളായിട്ട് ഗ്രൂപ്പായിട്ട് ഫാമിലി ആയിട്ടൊക്കെ ഫോട്ടോസ് എടുക്കാം കേട്ടോ. അവർ ഫോട്ടോസ് ആയിട്ട് നമുക്ക് എടുത്ത് തരും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇൻക്ലൂഡഡ് ആയിരിക്കും കേട്ടോ ഈ പാക്കേജസിൽ. പക്ഷേ ഇൻക്ലൂഡഡ് അല്ല ഗൈസ്, അതിന് നമ്മൾ എക്സ്ട്രാ ഫീസ് കൊടുക്കണം. അത് കഴിയുമ്പോഴൊക്കെയാണ് അവർ പറയുന്നത്. എന്നാലും കുഴപ്പമില്ല കേട്ടോ, നല്ല രസമായിരുന്നു. പിന്നെന്ന് പറയുന്നത് ഈ സാൻഡ് സ്കേറ്റിംഗ് ആയിരുന്നു കേട്ടോ. അതിന് ഞാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. റിജോ ചേട്ടനും കൊച്ചും കൂടി പങ്കെടുക്കണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഇവിടെ ഞങ്ങളുടെ സ്കേറ്റിംഗ് പോലെ ഇങ്ങനെ ഒഴുകി പോകണത് കേട്ടോ. അതിന് പൈസ കൊടുക്കണ്ടെന്ന് തോന്നുന്നു. ഇനി കൊടുത്തോന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ അത് പോയിട്ടുണ്ടായിരുന്നില്ല. റിജോ ചേട്ടനും കൊച്ചും ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ് ആ ഒരു സംഭവം എന്നൊക്കെ പറയുന്നത്. പിന്നെ മാത്രമല്ല ഇത്തിരി മീൻസ് മണ്ണിക്കോടെയൊക്കെയുള്ള ഒരു സംഭവമാണല്ലോ. പൊടി പറഞ്ഞാൽ എനിക്ക് തുമ്മലൊടുങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വേണ്ട, അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞാനപ്പോൾ വീഡിയോ എടുത്തുട്ടോ, ഞാൻ കാണിച്ചില്ല, വീഡിയോയിൽ അത് ഉൾപ്പെടുത്താം. അപ്പം അങ്ങനെ ഗൈസ് അടിപൊളിയായിരുന്നു, നല്ലൊരു ഡെസേർട്ട് സവാരി ആയിരുന്നു. അപ്പോൾ അതേ ഞങ്ങളെക്കാളും ഈ ഒരു ട്രിപ്പ് ഹാപ്പി ആയതും എൻജോയ് ചെയ്തിരുന്നതും ഞങ്ങളുടെ അപ്പൂസുട്ടനാണ് കേട്ടോ ഗൈസ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു പുള്ളിക്കാരൻ. ഈ മണ്ണിൽ കിടന്ന് ഇങ്ങനെ ആഹ്ലാദിച്ച് തിമിർത്ത് കളിക്കാനൊക്കെ പറയില്ലേ, അതേപോലെ ആയിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു കൊച്ചിന്. അത് കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സൊക്കെ ഭയങ്കര നിറഞ്ഞു കേട്ടോ. ഭയങ്കര സന്തോഷമല്ലേ. ഞങ്ങൾ വിചാരിച്ചത് അവന് പേടിയാവുന്നതാണ്, പക്ഷെ ഭയങ്കര സന്തോഷമായിരുന്നു അവന്. പിടിച്ചോളൂട്ടാടാ, ചെരുപ്പൂരണ്ടാ. അവ ഫസ്റ്റ് പിടിച്ചു. जाएगा पूछे ये गुड.
അടുത്തതായിട്ട് അവർ നമ്മുടെ ഈ ഒരു ഷോപ്പിലോട്ട് കൊണ്ടുവരും കേട്ടോ. അതിൻ്റെ വണ്ടിയൊക്കെ ക്ലീൻ ചെയ്യും കേട്ടോ, പൊടിയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. കൂട്ടത്തിൽ നമ്മളുടെ കാലും ചെരുപ്പൊക്കെ അവർ ക്ലീൻ ചെയ്ത് തരും. പിന്നെ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ള നമുക്ക് വിശക്കണമെന്നുണ്ടെങ്കിൽ ഡ്രിങ്കൊക്കെ വാങ്ങിച്ച് കുടിക്കാം. പിന്നെ വാഷ്റൂമിൽ പോകാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ഒരു കരിക്ക് വാങ്ങിച്ച് കുടിച്ചിട്ടോ 50 ദിർഹമാണെന്ന് എൻ്റെ മുന്നേ കിളി പോയി. പിന്നെ ഇവിടെയൊക്കെ ഇത്രയും ഭയങ്കര റേറ്റ് കൂടുതലായിരിക്കും. ആ കൂട്ടത്തിൽ എൻ്റെ സ്കാഫൊക്കെ ഒരു ചേട്ടൻ കിട്ടി തന്നെ ഉണ്ട്, അത് മലയാളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ കെട്ടാനറിയാത്തതുകൊണ്ട് ആ ചേട്ടനോട് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ കെട്ടിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആൾ കെട്ടിത്തരാണ്. ആ പൂസുട്ടിനാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ കളിപ്പാട്ടങ്ങൾ അടിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഓരോന്നോരോന്നിനും എടുത്ത് നോക്കുകയാണ് കേട്ടോ. പിന്നെ അവന് ഇത് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് വെള്ളം വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗൈസ് നമ്മൾ ഇവിടുന്ന് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കരിക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ 50 ദിർഹ എൻ്റെ പൊന്നേ. വെറുതെ ചേട്ടൻ പറയുന്നു എൻ്റെ പൊന്നേ ഇവിടെയൊക്കെ ഒടുക്കത്തെ കാശാണ്. അത് വെച്ചാൽ മീൻസ് ഇവിടെ ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഷോപ്പുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഷോപ്പില്ല. അപ്പോൾ അതുകൊണ്ട് അവർ റേറ്റ് കൂട്ടിയേക്കണതാണ്. അപ്പോൾ അങ്ങനെ കണ്ട ആ പൂസുണ്ട് ഇവിടെ ആനനെ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ മയിൽ നല്ല രസമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, ക്യൂട്ടി ഐറ്റംസൊക്കെ. അപ്പോൾ അവനതൊക്കെ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഗൈസ് അപ്പോൾ ഞങ്ങളതൊക്കെ അവിടെ വെച്ചിട്ട് ഇതേ തിരിച്ച് പോവുകയാണ് കേട്ടോ. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് സെക്ഷനാണ് കേട്ടോ. ഇനി ക്യാമ്പിലോട്ടാണ് അവർ നമ്മളെ കൊണ്ടുപോകുന്നത് കേട്ടോ. ഇനി നമ്മുടെ ഡെസേർട്ട് സവാരിയൊക്കെ കഴിഞ്ഞു. ഇനി നേരെ ക്യാമ്പിലോട്ടാണ്. ഇനി ഒരു ലോങ് ഡ്രൈവാണ് കേട്ടോ. ഇവിടെ നിന്ന് ഒരു മണിക്കൂർ അടുത്തുണ്ടെന്നാണ് ആ വണ്ടി ഓടിക്കുന്ന ചേട്ടൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് നേരം ഇനി വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കണം. നമ്മൾ റോട്ടിൽ കൂടെ ഉണ്ട് പോകുന്നത്. ഡെസേർട്ട് സവാരി അല്ല, അത് കഴിഞ്ഞു ഗൈസ്. 5:15 ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 6:15 ആ ഒരു ടൈമിൽ നമ്മൾ എത്തും. 6:30ക്കാണ് അവിടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് അടിപൊളിയായിരുന്നു കേട്ടോ. ഇതുവരെയും അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ വീഡിയോസ് കണ്ടപ്പോൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ടാണ് ഞങ്ങൾ വന്നിരുന്നത് കേട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതുകൊണ്ടായിരിക്കും നമുക്ക് നല്ലൊരു വൈബ് തന്നെയായിരുന്നു, നല്ലൊരു സന്തോഷം തന്നെയായിരുന്നു, നല്ലതായിട്ട് എൻജോയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു യാത്ര അടിപൊളിയായിരുന്നു. പിന്നെ ഇവരും ഈ വണ്ടിയും ലാൻഡ് ക്രൂസറാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു. അങ്ങനെ അപ്പൂസുടനെ വണ്ടി ഓടിച്ച് കാണിക്കുന്നുണ്ട്. അവൻ ഭയങ്കര സന്തോഷമായിരുന്നു. അതന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അവൻ ഭയങ്കര എൻജോയ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പി ആവുമല്ലോ. അപ്പോൾ ഡാൻസ് കളിക്കണ്ടേ, വണ്ടിയിൽ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ കിടന്ന് ഡാൻസ് കളിക്കുന്ന തുള്ളി കളിക്കുന്നത്. ഞങ്ങൾ വിചാരിച്ചു അവൻ ഉറങ്ങുമെന്ന് കേട്ടോ. ഇത്ര നേരമായിട്ട് അവൻ ഉറങ്ങിയിട്ടില്ല. കൊച്ചിന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉറങ്ങാനുള്ള സാഹചര്യമില്ല. വണ്ടിയാണെങ്കിൽ കുലുങ്ങി മറിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങാനുള്ള ആ ഒരു സാഹചര്യം ഇല്ല. അപ്പോൾ അപ്പൂസ് ഭയങ്കര വൈബായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അവിടുത്തെ വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ആ വീഡിയോ എന്തായാലും ഫുള്ളും കാണണേ. അങ്ങനെ ഗൈസ് നമ്മളിത് 3/4 മണിക്കൂറിൻ്റെ ട്രാവലിങ്ങിനൊടുവിൽ നമുക്ക് ആ ഒരു ക്യാമ്പ് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങ് ദൂരെയാണ്. ഇനി നമ്മളിത് ഡെസർട്ടിലൂടെയാണ് പോകുന്നത് കേട്ടോ. ഡെസർട്ടിലൂടെയുള്ള വഴിക്കോടെയാണ് പോകുന്നത് കേട്ടോ. അങ്ങ് ദൂരെയായിട്ട് ക്യാമ്പ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ടൈം 6:15 ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും ദൂരമുണ്ട്. അപ്പോൾ അതേ നമ്മളിവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പിന് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കുന്നത് ഈ ഒരു ചേട്ടനാണ് കേട്ടോ, ഡ്രൈവിങ് ചെയ്യുന്നത്. ആൾ ഭയങ്കര എൻജോയ്മെൻറ്റ്, ഭയങ്കര വൈബായിരുന്നു. അതാണ് നമുക്ക് ഈ ട്രിപ്പ് ഭയങ്കര വൈബാവാനായിട്ടുള്ള മെയിൻ കാരണം. ആൾ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അടുത്തതായിട്ട് അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് ഒട്ടക സവാരിയാണ് ഗൈസ്. അങ്ങനെ കുറേ പേരൊക്കെ ഒട്ടക സവാരി നടത്തുന്നുണ്ട്. പിന്നെ കുറച്ച് ലോങ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ ഒട്ടകത്തിൻ്റെ പുറത്ത്. അതിന് നമ്മൾ ക്യാഷ് പേ ചെയ്യണം. ഇവിടെ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കണതിന് ക്യാഷ് ഒന്നും വേണ്ട കേട്ടോ. ഞങ്ങളത് ചെയ്തില്ല കേട്ടോ, വേറെ ഒന്നുകൊണ്ടല്ല. ഞങ്ങളുടെ മുഖം കണ്ടപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഭയങ്കര വിഷമമായി ഗൈസ്. ഭയങ്കര ഓവർലോഡഡ് ആണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഭയങ്കര ഓവർലോഡഡ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിട്ടോ. അപ്പോൾ അപ്പൂസുട്ടിന് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവനെ കയറ്റണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഞങ്ങളെ കണ്ടുമ്പോൾ ഭയങ്കര പ്രാക്ക് തോന്നിയിട്ടാ. പിന്നെ അത് മാത്രമല്ല അവരെ അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയുള്ള ആൾക്കാർ, അവിടെ കൂടെ നിൽക്കണ അവരെ നോക്കണ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെ ജസ്റ്റ് അടിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ പ്രാക്ക് തോന്നി. അതുകൊണ്ട് ഞങ്ങൾ പോയില്ല. പിന്നെ കുതിരയുണ്ട്, കുതിരയുടെ മേത്ത് നമുക്ക് സവാരി ചെയ്യാം കേട്ടോ. അതിനൊക്കെ ക്യാഷ് പേ ചെയ്യണം. പക്ഷെ ഞങ്ങൾ പോയില്ല ഗൈസ്. അറ്റങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അപ്പൂസുട്ടിന് ഇറ്റങ്ങളൊന്നും പേടിയില്ല കേട്ടോ. അപ്പോൾ അവനെ കയറ്റണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഫേസ് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പോൾ അങ്ങനെ ഗൈസ് ഇനി നമ്മൾ നേരെ ക്യാമ്പിൻ്റെ ഉള്ളിലോട്ട് പോവാണ് കേട്ടോ. അവരവിടെ പോയടാ, വിളിച്ചൊന്ന് വാട്സപ്പ് മെസ്സേജ് ചോദിക്കാൻ
ഞങ്ങളിത് ഇവിടേക്ക് വന്നേക്കാളും മുന്നേ ഞങ്ങളുടെ ഡ്രൈവർ ഇതേ ഞങ്ങൾക്ക് ഫ്രണ്ട് സീറ്റൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ അല്ലെങ്കിൽ തിരക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സീറ്റ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമ്മൾ ബാക്കിലൊക്കെ പോയിരിക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ നല്ലതായതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് സീറ്റൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും കൊച്ചും കൂടി ഇവിടെ ഇരിക്കുകയാണ്. റിയോ ചേട്ടൻ എന്താ ആവശ്യത്തിന് വേണ്ടി അങ്ങോട്ട് പോയിക്കാണ് കേട്ടോ. ഞങ്ങളുടെ കൂടെ വന്നവർക്കൊക്കെ ഇവിടെ സീറ്റ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു സെക്ഷനാണ്. അപ്പോൾ ടൈം 6:30 ആയിട്ടുണ്ടായിരുന്നു. 6:45 അങ്ങോട്ടാണ് പരിപാടി തുടങ്ങുള്ളൂ. അപ്പോൾ അതേ അവനാണെങ്കിൽ അവിടെ വെള്ളം ബോട്ടിൽ കുറേ ഇരിക്കുന്നുണ്ട്. അതൊക്കെ പൊട്ടിച്ച് കുടിക്കുകയാണ് കേട്ടോ. ഇനി മേല് ഫുള്ള് നനയ്ക്കും. ഞാൻ എക്സ്ട്രാ 2-3 ഡ്രസ്സ് കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും യൂസ് ആവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ എടുത്ത് വെച്ചതൊന്നും കുഴപ്പമില്ല. ഞങ്ങളിപ്പോൾ വന്നേണ ദിവസം നമ്മുടെ ഈദിൻ്റെ തലേദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്നും കൂടി ഉണ്ടല്ലോ നൊയിമ്പ്. അപ്പോൾ നൊയിമ്പ് തോര ഉള്ളതുകൊണ്ട് ബാങ്കുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി പരിപാടി സ്റ്റാർട്ട് ആവുള്ളൂ തോന്നുന്നു. അപ്പോൾ അങ്ങനെ ദേ ഗൈസ് അങ്ങനെ ദേ ഒരു 6:45 ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ അപ്പൂസുട്ടനും കുറച്ച് പിള്ളേരുണ്ട് ഇവിടെ. അപ്പോൾ അവരൊക്കെ കൂടി ഇതേ സ്റ്റേജിൽ കയറിയിട്ട് ഇങ്ങനെ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കിടന്ന് തുള്ളാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പൂസ്. അപ്പോൾ എനിക്ക് പേടി ഓടി വീഴാവുന്നതാണ്. ഒരു വീഴ്ചയൊക്കെ വീണിട്ടുണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ അതൊന്നും കാര്യമില്ല. അപ്പോൾ ആളിതേ പിന്നെയും ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ അതൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് കൈയടിക്കുന്നുണ്ട് കേട്ടോ. പിള്ളേരൊക്കെ ഇങ്ങനെ കളിക്കുകയാണല്ലോ. അങ്ങനെ ഇതേ നമ്മുടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ആവണേക്കാളും മുന്നേ ഇതേ നൊയിമ്പ് തോറയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ക്യൂ നിന്നിട്ട് നമുക്ക് ഫുഡ് കിട്ടും. അപ്പോൾ അതേ നല്ല തിരക്കുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ ഗേൾസിൻ്റെ സെക്ഷനിൽ പെട്ടെന്ന് ഇങ്ങനെ വരി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നിന്നു. അപ്പോൾ റിജോ ചേട്ടൻ്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നിട്ട് വേണം, അടുത്ത ആൾക്കാരുണ്ട് അവർക്ക് വരാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ. അത് കുറേ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നല്ല ഫുഡുകളായിരുന്നു. കുറേ പിന്നെ ഇലകൾ പോലത്തെ കുറേ ഫുഡുകൾ ഉണ്ടായിരുന്നു. പിന്നെ മന്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നല്ല ഫുഡായിരുന്നു.
ഈ ഒരു ഡാൻസിൽ അവരെല്ലാവരും നമ്മളെ സ്റ്റേജിലോട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും പിള്ളേർ സെറ്റിനെയും പിന്നെ നമ്മുടെ പ്രായത്തിലുള്ള എല്ലാവരും വിളിക്കുന്നുണ്ട്. ഞാൻ പോയില്ല കേട്ടോ, അപ്പൂസൂട്ടൻ പോയി എനിക്ക് പകരം. അപ്പോൾ അങ്ങനെ ഗൈസ് നല്ല രസമായിരുന്നു കേട്ടോ. സ്റ്റേജിൽ എല്ലാവരും കൂടിയിട്ട് അവർ സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കും. അപ്പോൾ എന്നിട്ട് എല്ലാവരും കൂടിയിട്ട് കളിക്കും കേട്ടോ. അപ്പോൾ അപ്പൂസൂട്ടനാണെങ്കിൽ എല്ലായിടത്തും ഫസ്റ്റ് ഉണ്ടാവുമല്ലോ, അതേ കളിക്കുന്നുണ്ട്. അങ്ങനെ അതേ കുറേ പിള്ളേർ സെറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ
അപ്പൊ ഗൈസ് നമ്മുടെ ഡെസർട്ട് സവാരി കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. ഞങ്ങളൊരു വീഡിയോയിൽ കണ്ടിരുന്നത് അവർക്ക് ഭയങ്കരമായിട്ട് ഫ്ലോപ്പ് ആയിരുന്നു എന്നായിരുന്നു കേട്ടോ ഡെസർട്ട് സവാരി. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ അത് എക്സ്പെക്ട് ഒന്നും ചെയ്യാണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അടിപൊളിയായിരുന്നു ഗൈസ്, സൂപ്പറായിരുന്നു. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് പ്രയോജനം എല്ലാവർക്കും, ഞങ്ങളുടെ കൂടെ വന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ക്യാഷിനേക്കാളും കൂടുതൽ അവർ കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മളതേ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പൂസ് വയലൻ്റ് ആയി ഗൈസ്. സമയം ഏകദേശം ഒരു 8:30-9 മണി ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, അതേപോലെ ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഗൈസ്. ബൈ ബൈ. ബൂം.